ഇത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ആദ്യം ഒരാൾ നടന്നു പോകാൻ പാകത്തിൽ വലിപ്പമുള്ളൊരു ഇടയായിരുന്നു. പിന്നീടത് ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാം ചേർന്ന് അതൊരു റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. ചെറിയൊരു വാഹനം വരുന്ന രീതിയിലാക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ ഒരു റോഡായിട്ടുണ്ട്. ഇത് അമ്മയുടെ വീടാണ്. തറവാട് മാറ്റി പുതിയ വീടെടുത്തു. ഇത് ഞങ്ങൾക്ക് ഓഹരിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഒന്നായിട്ട് കാട് പോലെ നിൽക്കുക. പടുമരങ്ങൾ കുറേ നിറഞ്ഞിട്ട് ഇവിടെ പറമ്പൊന്നായിട്ടൊരു കാട് അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. പടുമരങ്ങളൊക്കെ വിറ്റ് ഒഴിവാക്കണം. കാരണം ഇല്ലെങ്കിൽ ഇവിടെയുള്ള കുറച്ച് തെങ്ങുകളൊക്കെ ഉണ്ട്, അതൊക്കെ നശിക്കും. ഇപ്പം അങ്ങോട്ട് പൊതുവെ തിരിഞ്ഞ് നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഒരു നശിച്ച അവസ്ഥയിലാണ് സ്ഥലമുള്ളത്. അപ്പോൾ കൂടുതൽ കാടായി മാറുന്നതിനേക്കാളും മുന്നേ പടുമരങ്ങളായിട്ടുള്ള മരങ്ങളൊക്കെ മുറിച്ച് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം പണിക്കാരിന്ന് വരാമെന്ന് പറഞ്ഞിട്ട് മരം മുറിക്കാൻ ഒന്നായിട്ട് എടുക്കുന്ന ടീമിന് കൊടുത്തേച്ചതാണ് മരം. നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി കൊടുത്തേച്ചതാണ്. അപ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പണിക്കാരൊക്കെ എത്തി പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ് ഇവർ മരം മുറിക്കുന്നത്. അതായത് എത്ര വലിയ മരമാണെങ്കിലും ഇവർ മരത്തിൽ കയറാതെ ഇതേപോലെ ഒരു കയറിൽ കല്ല് കെട്ടി മരത്തിൻ്റെ മുകളിലേക്ക് എറിയും. അതായത് മരത്തിൻ്റെ മുകളിലുള്ള മെയിനായിട്ടുള്ള കൊമ്പിലേക്ക് എറിഞ്ഞ് പിടിച്ചിട്ട് ആ കയറിനോട് വലിയൊരു കയറ് കെട്ടി ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ഏത് ഭാഗത്തേക്കാണോ മരം വീകേണ്ടത് അതിന് കണക്കാക്കിയിട്ടുള്ളൊരു ഏരിയയിലേക്ക് ഇവർ മരം പിടിച്ച് കിട്ടും. എന്നിട്ട് നേരെ അടിഭാഗത്തുനിന്ന് മരം മുറിച്ച് തള്ളിയിടുക ചെയ്യുന്നത്. അതായത് എത്ര വലിയ മരമാണെങ്കിലും ഒരാഴ്ച കയറുന്നില്ല, അല്ലാത്ത രീതിയിൽ ഇങ്ങനെ മുറിച്ച് തള്ളിയിടുക ചെയ്യുന്നത്. ഈ കയറിനോട് ഇങ്ങനെ കയറെറിഞ്ഞ് പിടിപ്പിച്ചതിന് ശേഷം ഇത്ര വലിയൊരു കയറ് അതിനോട് പിടിച്ച് കെട്ടി വികണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കയറ് കെട്ടി പിന്നെ നേരെ അടിഭാഗം മുറിക്കുക ചെയ്യുന്നത്. നല്ല ഉയരമുള്ള മരമാണ്, തൊട്ടടുത്ത് വീടും ഒക്കെ ഉണ്ട്. എന്നിട്ടും അവർ ഈ രീതിയിൽ തന്നെയാണ് മുറിക്കുന്നത്. അത് ഇവർ ദിവസം ചെയ്യുന്നതുകൊണ്ട് അവർ അതിൻ്റെതായ നാക്കിൽ ചെയ്യുന്നുണ്ട്. നേരെ മരം അവർ തള്ളിയിട്ടു. കറക്റ്റ് അവർ വിചാരിച്ച ഏരിയയിലേക്ക് തന്നെ മരം വീണിട്ടുണ്ട്. ദിവസം ചെയ്യുന്ന ജോലീൻ്റെ നാക്കാണത്. അതിനുശേഷം അവർ ഒരേ സൈസിൽ മുറിച്ചെടുക്കുകയാണ്. അതായത് അവരുടെ ഒരു അളവുണ്ട്, ആ സൈസിൽ മുറിച്ചെടുത്തിട്ട് അവർ മാറ്റുകയാണ്. എല്ലാം ഒരേ സൈസിലാണ് അവർ മുറിക്കുന്നത്. ഇത് അതിൻ്റെ ഒരു മുരിക്ക് മരത്തിൻ്റെ മുകളാണ്. ഇതുകൊണ്ട് നമ്മൾ പണ്ട് ചെറുപ്പം മോതിരമൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു, ഒരു ഓർമ്മ. അവസാനം പറമ്പിൻ്റെ അവസ്ഥ ഇപ്പം കരിമ്പൻ കാട്ടിൽ ആന കയറിയ ഒരവസ്ഥയിലായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് അമ്മയും ഭാര്യയും കൂടി വന്നു. ഞാൻ നേരത്തെ വന്നതാണ്. അവർ നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പോഴേക്ക് ഏകദേശം ഒരു ചോറിൻ്റെയൊക്കെ സമയമാവാനായിട്ടുണ്ട്. അവർ മൂന്നാളും കൂടി പിന്നെ ഭക്ഷണമൊക്കെ തയ്യാറാക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയമായിട്ടുണ്ട്. അവിടെ കണ്ട ഉപ്പിലിട്ടത് പിന്നെ ഒന്നും നോക്കിയില്ല. ഞങ്ങൾ മൂന്നാളും കൂടി അതിൽ ഓരോന്നെടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഇതാണ് ഈ വീട്ടിലെ കാവൽക്കാരൻ ഓറിയോ. അവൻ കാണാത്ത ആൾക്കാരായതുകൊണ്ട് ഞങ്ങളിങ്ങനെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഏകദേശം സ്കൂളിൽ പോകാനുള്ളൊക്കെ സമയമായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ച് പിന്നെ ഞാൻ നേരെ വിട്ടത് സ്കൂളിലേക്കാണ്. അങ്ങനെ അമ്മയുടെ വീട്ടിലെ ചെറിയൊരു വീഡിയോ ഇവിടെ തീരുകയാണ്.